ഈ വീഡിയോ കണ്ടോക്ക് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. These penguins are all heading to the open water to the right. But one of them caught our eye, the one in the center. He would neither go towards the feeding grounds at the edge of the ice, nor return to the colony. Shortly afterwards, we saw him heading straight towards the mountains, some 70 kilometers away. Dr. Ainley explained that even if he caught him and brought him back to the colony, he would immediately head right back for the mountains. വെർണർ ഹെർസോഗിൻ്റെ എൻകൗണ്ടേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്ന ഡോക്യുമെൻ്ററിയിലെ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് തൻ്റെ ഫീഡിംഗ് ഗ്രൗണ്ടിലേക്കോ തൻ്റെ കോളനിയിലേക്കോ റിട്ടേൺ പോവാണ്ട് ഒരു പെൻഗ്വിൻ ഇൻലാൻഡിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. ഇൻലാൻഡിലേക്ക് ഒരു പെൻഗ്വിൻ നടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഒരു ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൻഗ്വിൻ ഒറ്റയ്ക്കാണെങ്കിൽ കൂടെ അല്ലെങ്കിൽ ആ പെൻഗ്വിൻ മരിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും കൂടെ എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി പോണതാണ്, അല്ലെങ്കിൽ ഏതൊരു ഡ്രീം ആ പെൻഗ്വിൻ ഫോളോ ചെയ്ത് പോണതാണെന്നാണ് പറയണത്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ആ പെൻഗ്വിൻ ഡിറേഞ്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഡിസ്ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ പെൻഗ്വിൻ മുന്നേ വേറെ ഏതോ കോളനിയിലായിരുന്നു. ചിലപ്പോൾ ആ കോളനി തെരഞ്ഞു പോകുന്നതായിരിക്കും. വിൽ നെവർ നോ. But why? എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഹ്യൂമൻസും ആ പെൻഗ്വിനിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. അതായത് നമ്മൾ ഒറ്റപ്പെട്ടാലും നമ്മൾ മരിക്കുമെന്ന് ഉറപ്പുണ്ടായാൽ കൂടെ നമ്മൾ നമ്മുടെ ഡ്രീംസ് ഫോളോ ചെയ്ത് പോകണം. ചിലപ്പോൾ നമ്മൾ ഡ്രീംസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മരിക്കുമായിരിക്കും, പക്ഷേ നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവില്ല. നമ്മുടെ അണ്ണൻ പറഞ്ഞ പോലെ വൺ ഡേ യു വിൽ ലീവ് ദിസ് വേൾഡ് ബിഹൈൻഡ്, സോ ലിവ് എ ലൈഫ് യു വിൽ റിമെമ്പർ.